നമസ്കാരം. സംസ്ഥാനത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിലേക്കുള്ള മത്സരങ്ങളിൽ ഏറെ ശ്രദ്ധേയമായി മാറിയിരുന്ന ഒന്നാണ് കണ്ണമ്മൂല വാർഡ്. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന എം രാധാകൃഷ്ണനാണ്. എന്നാൽ എം രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി 4 അപരന്മാരാണ് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയിരുന്നത്. കൂടാതെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പക്ഷേ രാധാകൃഷ്ണൻ ഇവരെ എല്ലാവരെയും കടത്തിവെട്ടിക്കൊണ്ട് 373 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഈ 4 അപരന്മാരും കൂടി ആകെ നേടിയത് 66 വോട്ടുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എം രാധാകൃഷ്ണനെതിരെ വ്യാപകമായ തോതിലുള്ള സൈബർ ആക്രമണമാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉണ്ടായത് എങ്കിൽ പോലും വളരെ മിന്നുന്ന വിജയം തന്നെയാണ് എം രാധാകൃഷ്ണൻ നേടിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കണ്ണമ്മൂല വാർഡിൽ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളും ഒപ്പം രാധാകൃഷ്ണനും മത്സരിച്ചപ്പോൾ അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണന് വിജയിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായി തന്നെ മാറിയിട്ടുണ്ട്. എം രാധാകൃഷ്ണൻ പേര് പാറ്റൂർ രാധാകൃഷ്ണൻ എന്നാണ് ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നത്. കാരണം ഇത്രയും അപരന്മാർ ഒരുപക്ഷെ ഒരുമിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയത്തിലെ ആദ്യ സംഭവമായിരിക്കും. സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളുടെ നേതാക്കളുടെ എതിരാളികളായിട്ടായിരിക്കാം ഈ അപരന്മാരെ പലപ്പോഴും കളത്തിലിറക്കാറുള്ളത്. പക്ഷേ ഒരുപക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രയധികം അപരന്മാരെ കളത്തിലിറക്കിയതിൻ്റെ പിന്നിൽ എം രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സാരഥി എന്നുള്ള നിലയിൽ രാധാകൃഷ്ണൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ അത് വോട്ടായി മാറുന്നതിന് ഏറെ സഹായിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മാത്രമല്ല രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം തന്നെ മികച്ചൊരു സംഘാടകനും തിരുവനന്തപുരത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയൊക്കെ തന്നെ ഒരു മികച്ച രീതിയിൽ ഏകോപനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഏറെ സുപരിതനായിരുന്നു. ഏറെ ജനകീയനായ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് എം രാധാകൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വലിയ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. ഒപ്പം എം രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി 4 അപരന്മാരെ കളത്തിലിറക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഈ ഒരു സംഭവം. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എത്ര സ്വതന്ത്രന്മാർ ജയിക്കുമെന്നുള്ള കാര്യം ഇന്നും ഉറപ്പായിട്ടില്ല. പലപ്പോഴും മുന്നണികൾ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. എങ്കിലും എം രാധാകൃഷ്ണൻ എന്നുള്ള സ്വതന്ത്രൻ വിജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു അവസ്ഥ തിരുവനന്തപുരം നഗരസഭയിലുണ്ടായാൽ എം രാധാകൃഷ്ണനെ പോലുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർണായകമായി മാറും എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും വലിയ തിളക്കമാർന്ന ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. എം രാധാകൃഷ്ണൻ്റെ വിജയം മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഏറെ വൈറലായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ 4 അപരന്മാർ മത്സരിച്ചിട്ട് പോലും 373 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു കോർപ്പറേഷൻ വാർഡിൽ വിജയിക്കാൻ കഴിഞ്ഞത് വലിയൊരു അഭിമാനകരമായ നേട്ടമാണ്. ഒപ്പം രാധാകൃഷ്ണനെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയ അപരന്മാർക്ക് 4 പേർ കൊണ്ട് കിട്ടിയത് ആകെ 66 വോട്ടാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.